പൂരം കൊടിയേറാൻ ആചാരവെടി നിർബന്ധമാണ്. IPL പൂരത്തിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊടിയേറുമ്പോൾ ആചാരവെടി മുഴക്കി മത്സരത്തിനിറങ്ങുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും 18ാം സീസണിലെങ്കിലും കപ്പ് സ്വന്തമാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ്. നിലവിലെ ചാമ്പ്യന്മാരാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ടീമിൽ നിരവധി മാറ്റങ്ങളോടെയാണ് കൊൽക്കത്ത എത്തുന്നത്. കിരീടം നേടിക്കൊടുത്ത ശ്രേയസ് അയ്യരെ മെഗാലയത്തിൽ വിട്ടുകളഞ്ഞ കൊൽക്കത്ത അനുഭവസമ്പന്നനായ അജിൻക്യ രഹാനെയുടെ കീഴിലാണ് ഇറങ്ങുന്നത്. 4 വർഷമായി ടീമിനൊപ്പമുള്ള രജത് പാട്ടീദാർ RCBയുടെ ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്നു. ടീം അംഗങ്ങളുടെ കാര്യത്തിൽ RCB അടിമുടി മാറ്റങ്ങൾ വരുത്തിയാണ് ഇറങ്ങുന്നത്. അതിൽ പ്രധാനം വിരാട് കോഹ്ലിയാണ്. കഴിഞ്ഞ 17 സീസണുകളിൽ നിന്നുമായി കോഹ്ലി നേടിയത് 8004 റൺസാണ്. അതിൽ 8 സെഞ്ചുറിയും 55 ഹാഫ് സെഞ്ചുറികളും ഉൾക്കൊള്ളുന്നു. എന്നിരുന്നാലും കോഹ്ലിക്കൊരു കപ്പ് നേടിയെടുക്കാൻ RCBക്ക് കഴിഞ്ഞിട്ടില്ല. ഇക്കുറി കാര്യങ്ങൾ കുറച്ചു മാറി മറിയും. കാരണം RCB എടുത്തിരിക്കുന്ന പുതിയ താരങ്ങൾ വെടിക്കെട്ടിന് പേര് കേട്ടവരാണ്. ലിയാം ലിവിങ്സ്റ്റൺ, ഫിൽ സോൾട്ട്, കൃണാൽ പാണ്ഡ്യ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരും ഭുവനേശ്വർ കുമാർ നയിക്കുന്ന ബോളിംഗ് പടയിൽ ജോഷ് ഹെയ്സൽവുഡും ഉണ്ട്. മറുവശത്ത് ഓപ്പണിംഗ് തലവേദന എല്ലാം പരിഹരിക്കുന്ന രീതിയിലാണ് കൊൽക്കത്ത ഇറങ്ങുന്നത്. സുനിൽ നരേനൊപ്പം ക്വിന്റൺ ഡീകോക്കായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. കൂടെ വെടിക്കെട്ടിന് പേര് കേട്ടവരായ വെങ്കടേഷ് അയ്യർ, ആന്ദ്രെ റസൽ, റിങ്കു സിംഗ് എന്നിവരും ചേരുന്നു. കൊൽക്കത്ത നേരിടുന്ന പ്രധാന പ്രശ്നം പേസ് പട ദുർബലമാണ് എന്നതാണ്. എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ 2 സീസണുകളിൽ 4 തവണ ഇരു ടീമും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 4 തവണയും ജയം കൊൽക്കത്തയ്ക്കൊപ്പമായിരുന്നു. ഇനി എല്ലാ കണ്ണുകളും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവേശ പറുദീസയായ ഈഡൻ ഗാർഡൻസിലേക്ക്.